മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യപ്രതിയും സൂത്രധാരനുമായ തഹാവൂർ റാണയെ 18 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ട NIA ഇന്ത്യയിലെത്തിച്ച റാണയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് പാട്യാല ഹൌസിലെ NIA പ്രത്യേക കോടതിയിലെത്തിച്ചത്. മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട റാണ ഗൂഢാലോചന നടത്തിയെന്ന് തെളിയിക്കുന്ന ഇമെയിൽ സന്ദേശങ്ങൾ ഉൾപ്പെടെ NIA കോടതിയിൽ തെളിവായി ഹാജരാക്കി. അബ്ദുൾ റഷീദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റഷീദ്, 18 ദിവസത്തെ കസ്റ്റഡിയാണ് റാണയ്ക്ക് അനുവദിച്ചിരിക്കുന്നത്. ഈ 18 ദിവസത്തിനുള്ളിൽ വ്യക്തമായ ചോദ്യം ചെയ്യലടക്കം നിരവധി കാര്യങ്ങൾ അന്വേഷണ സംഘത്തിൽ കടക്കേണ്ടതുണ്ട്. തഹാവൂർ റാണയെ കഴിഞ്ഞ ദിവസം രാത്രി 10:30 ശേഷമാണ് ഇത്തരത്തിൽ കോടതിയിൽ ഹാജരാക്കിയത്. ഇതിന് പിന്നാലെ 18 ദിവസത്തെ NIA കസ്റ്റഡിയിൽ വിടാൻ ദില്ലിയിലെ പാട്യാല ഹൗസ് കോടതി തീരുമാനിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് പിന്നീട് ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടി NIAയുടെ ദേശീയ ആസ്ഥാനത്ത് എത്തിച്ചത്. എന്തായാലും നിലവിൽ 20 ദിവസത്തേക്കുള്ള കസ്റ്റഡി അപേക്ഷയായിരുന്നു NIA ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം 18 ദിവസത്തേക്കാണ് ഇപ്പോൾ കോടതി അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ദിവസങ്ങളിലൊക്കെ തന്നെയും കൃത്യമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും ഈ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകളും അതോടൊപ്പമുള്ള മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഇയാളിൽ നിന്നും ചോദിച്ചറിയും. എന്തായാലും ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകളും അതോടൊപ്പം മറ്റു ഭീകര സംഘടനകളുമായിട്ടുള്ള ബന്ധങ്ങളും മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ബന്ധങ്ങളൊക്കെ തന്നെയും കൃത്യമായി പരിശോധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഈ ചോദ്യം ചെയ്യൽ ഉടൻ തന്നെ ആരംഭിക്കുമെന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ NIA വ്യക്തമാക്കുന്നത്. എന്തായാലും NIAയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരടങ്ങുന്ന 12 അംഗ സംഘമായിരിക്കും ചോദ്യം ചെയ്യലിന് നേതൃത്വം നൽകുക. അതോടൊപ്പം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഗോവലും ഈ ചോദ്യം ചെയ്യലിന് നേതൃത്വം നൽകുമെന്ന് തന്നെയാണ് NIAയും വ്യക്തമാക്കുന്നത്. എന്തായാലും മുംബൈ ഭീകരാക്രമണത്തിന്റെയും വീഡിയോ ക്ലിപ്പുകളും അതോടൊപ്പം ഓഡിയോ ഇമേജസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും തഹാവൂർ റാണയെ കാണിക്കുകയും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ NIA വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഈ ഭീകരാക്രമണത്തിന് മുമ്പായി കൊച്ചിയിലും താജ് ഹോട്ടലിലും ഇയാൾ വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട്. അതായത് കേരളത്തിലും അല്ലെങ്കിൽ ഈ മറ്റു മേഖലകളിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനുള്ള ആസൂത്രണങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും NIA പരിശോധിക്കും. പ്രധാനമായും ഈ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വിവിധ രാജ്യങ്ങളിൽ നിന്നും പണമിടപാടുകൾ നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട പരിശോധനകളും NIA നടത്തും. എന്തായാലും നിലവിൽ 2 DIGയും അതോടൊപ്പം DSPയും തുടങ്ങിയിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഇയാളെ ചോദ്യം ചെയ്തു വരുന്നത്. എന്തായാലും അല്പ സമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലുകളൊക്കെ തന്നെയും ആരംഭിക്കുമെന്ന് തന്നെയാണ് NIA വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി അതീവ സുരക്ഷയാണ് ദില്ലിയിലെ വിവിധ മേഖലകളിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ചും NIA ആസ്ഥാനത്തും അതോടൊപ്പം പട്യാല കോടതിയുടെ ഭാഗത്തുമൊക്കെ തന്നെയും കഴിഞ്ഞ ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. എന്തായാലും ഇയാളുടെ സുരക്ഷാ ഭാഗമായിക്കൊണ്ട് വലിയ പ്രതിഷേധം ഉയർന്നൊരു സാഹചര്യം കൂടി ഉണ്ടായി. അതായത് വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ സുരക്ഷാ ക്രമീകരണം ഏർപ്പെടുത്തണമെന്ന് നേരത്തെ തന്നെ അറിയിച്ചതിന്റെ ഭാഗമായിട്ടാണ് വലിയ സുരക്ഷ ദില്ലിയിലെ വിവിധ മേഖലകളിൽ ഏർപ്പെടുത്തിയിരുന്നത്. എന്തായാലും നിലവിൽ അതീവ സുരക്ഷയിൽ NIA ആസ്ഥാനത്താണ് ഇയാൾ ഉള്ളത്. ഇയാൾ ചോദ്യം ചെയ്യൽ അല്പസമയത്തിനകം ആരംഭിക്കും. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇയാളിൽ നിന്ന് തന്നെ നേരിട്ട് അറിയാനാണ് NIA തീരുമാനിച്ചിരിക്കുന്നത്.